നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏതൊരു വ്യക്തിയുടെയും ആത്മാഭിമാനത്തെ തൊടുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ അവഗണിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് അർഹിക്കുന്ന വിലയോ ബഹുമാനമോ എവിടെയും കിട്ടാത്തത്? നിങ്ങളൊരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ആരും അത് ഗൗരവമായി എടുക്കുന്നില്ല. സുഹൃത്തുക്കളുടെ ഇടയിലായാലും കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും നിങ്ങളൊരു അധികപ്പറ്റായി മാറുന്നുണ്ടോ? എങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ വിധിയല്ല, മറിച്ച് നിങ്ങളുടെ സ്വഭാവം തന്നെയാണ് എന്ന് ആചാര്യ ചാണക്യൻ മുഖത്തു നോക്കി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ തോന്നാം. ഞാൻ എല്ലാവരോടും നല്ല രീതിയിലല്ലേ പെരുമാറുന്നത്, എന്നിട്ടും എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ ചാണക്യൻ പറയുന്നത് ഈ ലോകം നല്ലവർക്കുള്ളതല്ല, മറിച്ച് ശക്തർക്കുള്ളതാണ് എന്നാണ്. നിങ്ങളുടെ നന്മയെ ആളുകൾ ബലഹീനതയായി കാണുന്നുണ്ടെങ്കിൽ തെറ്റ് നിങ്ങളുടേത് മാത്രമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിലയില്ലാത്തത് എന്നതിന് ചാണക്യനീതിയിൽ കൃത്യമായ 5 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം നിങ്ങളുടെ അമിതമായ ലഭ്യത അഥവാ സുലഭതയാണ്. ചാണക്യൻ പറയുന്നു, സുലഭമായ ഒന്നിനും ഈ ലോകത്ത് വിലയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വഴിയിൽ കിടക്കുന്ന കല്ലുകൾക്ക് ആരും വില കൊടുക്കാറില്ല. എന്നാൽ മണ്ണിനടിയിൽ കിടക്കുന്ന വജ്രത്തിന് വലിയ വിലയാണ്. കാരണം കല്ലെവിടെയും കിട്ടും, വജ്രം കിട്ടാൻ പ്രയാസമാണ്. ഇനി നിങ്ങളിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾ എല്ലാവർക്കും എപ്പോഴും ലഭ്യമാണോ? ആര് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾ ഓടിച്ചെല്ലുന്നുണ്ടോ? സുഹൃത്തുക്കൾ വിളിച്ചാൽ, ബന്ധുക്കൾ വിളിച്ചാൽ, അയൽക്കാർ വിളിച്ചാൽ സ്വന്തം തിരക്കുകൾ മാറ്റിവെച്ച് നിങ്ങൾ അവർക്കു വേണ്ടി സമയം കളയുന്നുണ്ടോ? എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ സ്വന്തം വില കളയുകയാണ്. മനുഷ്യന്റെ മനഃശാസ്ത്രമനുസരിച്ച് എപ്പോഴും കൺമുന്നിൽ കാണുന്ന, എപ്പോഴും കയ്യെത്തും ദൂരത്തുള്ള ഒന്നിനോടും മനുഷ്യന് ബഹുമാനം തോന്നില്ല. ഒരു കടയിൽ എപ്പോഴും സാധനങ്ങൾ സ്റ്റോക്കുണ്ടെങ്കിൽ ആളുകൾ അവിടെ തിരക്ക് കൂട്ടില്ല. എന്നാൽ ഇനി കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എന്നറിഞ്ഞാൽ ആളുകൾ അത് വാങ്ങാൻ തിക്കിത്തിരക്കും. നിങ്ങളൊരു ലിമിറ്റഡ് എഡിഷൻ ആകണം. നിങ്ങളെ കാണാൻ, നിങ്ങളോട് സംസാരിക്കാൻ ആളുകൾ ആഗ്രഹിക്കണം. അതിന് നിങ്ങൾ കുറച്ചു മാറി നിൽക്കണം. ഞാൻ തിരക്കിലാണ് എന്ന് പറയാൻ പഠിക്കണം. വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഫ്രീ ആണ് എന്ന് പറഞ്ഞ് ആരുടെ മുന്നിലും ചെല്ലരുത്. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ അത് വിശ്വസിക്കും? രണ്ടാമത്തെ കാരണം നിങ്ങളുടെ അമിതമായ വിനയം അഥവാ നന്മയാണ്. ചാണക്യൻ വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങൾ കാട്ടിലേക്ക് പോയി നോക്കുക. അവിടെ നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടപ്പെടുക. വളഞ്ഞ മരങ്ങളെ ആരും തൊടില്ല. നിങ്ങൾ ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത, എല്ലാവരോടും ചിരിച്ചുമാത്രം സംസാരിക്കുന്ന, ആരെയും വേദനിപ്പിക്കാത്ത ഒരു നന്മമരമാണോ? എങ്കിൽ ആളുകൾ നിങ്ങളെ വെട്ടിവീഴ്ത്തും. കാരണം ഈ ലോകം ക്രൂരമാണ്. ഇവിടെ ബലഹീനരെയാണ് ആളുകൾ ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾ ആരോടും നോ പറയില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായാൽ അവർ അവരുടെ എല്ലാ ഭാരവും നിങ്ങളുടെ തലയിൽ ഇറക്കിവെക്കും. ഓഫീസിൽ എല്ലാവരും പണിയെടുക്കാതിരിക്കുമ്പോൾ പണി മുഴുവൻ നിങ്ങളുടെ തലയിൽ വരും. വീട്ടിൽ എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ കഷ്ടപ്പാട് മുഴുവൻ നിങ്ങളുടെ തലയിൽ വരും. എന്നിട്ടൊടുവിൽ അവൻ പാവമാണ് എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ പുച്ഛിക്കും. ചാണക്യൻ പറയുന്നു, വിഷമില്ലാത്ത പാമ്പാണെങ്കിൽ പോലും അത് പത്തി വിടർത്തി നിൽക്കണം. അതായത് നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ കഴിവില്ലെങ്കിലും ഉപദ്രവിക്കാൻ കഴിയുമെന്നൊരു ഭയം മറ്റുള്ളവരിൽ ഉണ്ടാക്കണം. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശം നിഷേധിച്ചാൽ അവിടെ നിശബ്ദനായിരിക്കരുത്, പ്രതികരിക്കണം. നിങ്ങളുടെ ശബ്ദമുയരണം. എന്നെ തൊട്ടാൽ വിവരമറിയും എന്നൊരു തോന്നൽ നിങ്ങളുടെ കണ്ണുകളിൽ ഉണ്ടാകണം. അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ലോകം ബഹുമാനിക്കൂ. അമിതമായ വിനയം ഭീരുത്വത്തിന്റെ ലക്ഷണമാണ്. നട്ടെല്ല് വളയ്ക്കാതെ നിൽക്കുന്നവനെയാണ് ആളുകൾക്കിഷ്ടം, അല്ലാതെ കുനിഞ്ഞു നിൽക്കുന്നവനെ ആളുകൾ ചവിട്ടുപടിയായി ഉപയോഗിക്കും. മൂന്നാമത്തെ കാരണം നിങ്ങളുടെ സാമ്പത്തിക പരാജയം അല്ലെങ്കിൽ അധികാരമില്ലായ്മയാണ്. ചാണക്യൻ പച്ചയായ ഒരു സത്യം പറയുന്നു. പണമില്ലാത്തവനെ ഭാര്യയും മക്കളും ഉപേക്ഷിക്കും. പണം വരുമ്പോൾ അവർ തിരിച്ചു വരും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നാം. പക്ഷേ ഇതാണ് സത്യം. നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്, എത്ര കഴിവുള്ളവനാണ് എന്നതൊന്നും ആളുകൾക്ക് വിഷയമല്ല. നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടോ പണമുണ്ടോ എന്ന് മാത്രമേ അവർ നോക്കൂ. നിങ്ങളൊരു ദരിദ്രനാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കില്ല. നിങ്ങൾ പറയുന്ന സത്യത്തേക്കാൾ വില കൊടുക്കുക പണക്കാരൻ പറയുന്ന നുണയ്ക്കായിരിക്കും. അതുകൊണ്ട് ചാണക്യൻ പറയുന്നു, ദാരിദ്ര്യം ഒരു ശാപമാണ്. ആ ശാപത്തിൽ നിന്ന് കരകയറാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക. വെറുതെ ആളുകളുടെ പിന്നാലെ നടന്ന് സമയം കളയാതെ ആ സമയം സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ, ഉന്നതങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ പണ്ട് നിങ്ങളെ അവഗണിച്ചവർ തന്നെ നിങ്ങളെ തേടിവരും. അപ്പോൾ അവർ പറയും, എനിക്ക് അന്നേ അറിയാമായിരുന്നു നീ വലിയ ആളാകുമെന്ന്.
വിജയമെന്നത് ഏറ്റവും വലിയ പ്രതികാരമാണ്. നിങ്ങളെ അവഗണിക്കുന്നവരുടെ വായടപ്പിക്കാൻ നിങ്ങളുടെ വിജയത്തിന് മാത്രമേ കഴിയൂ. നാലാമത്തെ കാരണം നിങ്ങളുടെ വാചാലത അഥവാ അമിത സംസാരമാണ്. ചാണക്യൻ പറയുന്നു, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവനെ ആരും വിശ്വസിക്കില്ല. നിങ്ങൾ കാണുന്നവരോടെല്ലാം നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന പ്രകൃതക്കാരനാണോ? നിങ്ങളുടെ വീട്ടുവിശേഷങ്ങൾ, നിങ്ങളുടെ പരാജയങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നിവ ആർക്കു മുന്നിലും തുറന്നു പറയുന്ന ആളാണോ? എങ്കിൽ നിങ്ങൾക്ക് വിലയുണ്ടാവില്ല. നിറയെ വെള്ളമുള്ള കുടം തുളുമ്പില്ല, എന്നാൽ പാതി വെള്ളമുള്ള കുടം തുളുമ്പിക്കൊണ്ടിരിക്കും. അറിവുള്ളവർ അധികം സംസാരിക്കില്ല. നിങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഗൗരവമില്ലെന്ന് ആളുകൾ കരുതും. മാത്രമല്ല, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അബദ്ധങ്ങൾ വെച്ച് ആളുകൾ നിങ്ങളെ പരിഹസിക്കും. നിശബ്ദത പാലിക്കുന്നവന് ഒരു നിഗൂഢതയുണ്ട്. അവനെ ആളുകൾക്ക് ഭയമാണ്. ഇവന്റെ മനസ്സിൽ എന്താണ് എന്ന് വായിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ആളുകൾ അവനെ ബഹുമാനിക്കും. അതുകൊണ്ട് ചാണക്യൻ പറയുന്നു, നാവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ആവശ്യത്തിനു മാത്രം സംസാരിക്കുക. നിങ്ങൾ വാ തുറക്കുമ്പോൾ അതിൽ നിന്ന് വീഴുന്നത് മുത്തുകൾ പോലെ വിലയുള്ള വാക്കുകളാകണം, വെറും പുലമ്പലുകളാകരുത്. അഞ്ചാമത്തെ കാരണം ആശ്രയിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ ആശ്രയിക്കുന്ന മനോഭാവം. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ സഹായം തേടി നടക്കുന്നയാളാണോ? എനിക്കത് ചെയ്തു തരുമോ, എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു നടക്കുന്നവരെ ആളുകൾക്ക് പുച്ഛമാണ്. സ്വാശ്രയശീലമുള്ളവരെയാണ് ലോകം ആരാധിക്കുന്നത്. ചാണക്യൻ പറയുന്നു, കൈ നീട്ടുന്നവൻ അടിമയ്ക്ക് തുല്യമാണ്. നിങ്ങൾ ഒരാളുടെ മുന്നിൽ കൈ നീട്ടുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം അവിടെ അടിയറവ് വയ്ക്കുകയാണ്. അത് പണത്തിനു വേണ്ടിയായാലും സ്നേഹത്തിനു വേണ്ടിയായാലും അംഗീകാരത്തിനു വേണ്ടിയായാലും. സ്നേഹം കിട്ടാൻ വേണ്ടി കരയുന്നവരെ കണ്ടാൽ ആളുകൾക്ക് സഹതാപം പോലും തോന്നില്ല, വെറുപ്പാണ് തോന്നുക. ഇവന് സ്വന്തമായിട്ടൊരു നിലപാടില്ലേ എന്നവർ ചിന്തിക്കും. അതുകൊണ്ട് ആരെയും അമിതമായി ആശ്രയിക്കരുത്. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക. സിംഹം നടക്കുന്നത് ഒറ്റയ്ക്കാണ്, ആടുകളാണ് കൂട്ടമായി നടക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും. ഇവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന തോന്നൽ അവരിലുണ്ടാകും. ഈ 5 കാര്യങ്ങളും കൂടാതെ മറ്റൊരു പ്രധാന കാര്യം കൂടി ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ശരീരഭാഷയും വൃത്തിയുമാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കുളിക്കാതെ നഖം വെട്ടാതെ നടക്കുന്നയൊരാളെ ആരും ബഹുമാനിക്കില്ല. കാരണം സ്വന്തം ശരീരത്തെ ബഹുമാനിക്കാത്തവനെ മറ്റുള്ളവർ എങ്ങനെ ബഹുമാനിക്കും? അതുപോലെ തലകുനിച്ച് തോളുകൾ തൂക്കിയിട്ട് കണ്ണുകളിൽ നോക്കാതെ സംസാരിക്കുന്നവർക്കും വിലങ്ങിട്ടില്ല. നടക്കുമ്പോൾ നെഞ്ചുവിരിച്ചു നടക്കുക, സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. രാജാവിനെപ്പോലെ വസ്ത്രം ധരിക്കുക, രാജാവിനെപ്പോലെ പെരുമാറുക. അപ്പോൾ ലോകം നിങ്ങളെ രാജാവായി തന്നെ കാണും. പലപ്പോഴും നമ്മൾ പരാതിപ്പെടും, എന്റെ ബന്ധുക്കൾ എന്നെ വിളിക്കാറില്ല, എന്റെ സുഹൃത്തുക്കൾ എന്നെ മാറ്റി നിർത്തുന്നു എന്ന്. പക്ഷേ ചാണക്യൻ ചോദിക്കുന്നു, നിങ്ങളെക്കൊണ്ട് അവർക്ക് എന്തുപകാരമാണുള്ളത്? ലോകം സ്വാർത്ഥമാണ്. ഉപകാരമില്ലാത്ത ഒന്നിനെയും ആരും ചുമക്കില്ല. നിങ്ങളൊരു വിളക്കാകുക, അപ്പോൾ വെളിച്ചം തേടി ആളുകൾ വരും. നിങ്ങളൊരു തണൽമരമാകുക, അപ്പോൾ തണൽ തേടി ആളുകൾ വരും. അല്ലാതെ എന്നെ ആരും നോക്കുന്നില്ലേ എന്ന് കരഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. സ്വയം ചോദിക്കുക, എനിക്കെന്താണ് പ്രത്യേകതയുള്ളത്? ഉത്തരമില്ലെങ്കിൽ ആ പ്രത്യേകത ഉണ്ടാക്കിയെടുക്കുക. അറിവ് നേടുക. അറിവുള്ളവനെ ലോകം പൂജിക്കുന്നു എന്ന് ചാണക്യൻ പറയുന്നു. സൗന്ദര്യമില്ലെങ്കിലും പണമില്ലെങ്കിലും അറിവുണ്ടെങ്കിൽ സദസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം കിട്ടും. വിഡ്ഢിയായ ഒരു സുന്ദരനേക്കാൾ ബുദ്ധിയുള്ള ഒരു വിരൂപനാണ് രാജസദസ്സിൽ സ്ഥാനം. അതുകൊണ്ട് വായിക്കുക, ലോകത്തെക്കുറിച്ച് പഠിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് പുതിയ അറിവുകൾ കിട്ടണം. അപ്പോൾ അവർ നിങ്ങളെ കേൾക്കാൻ കാത്തിരിക്കും. നിങ്ങളെ അവഗണിക്കുന്നവർക്ക് മുന്നിൽ പോയി നിന്ന് ബഹളമുണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ വില വീണ്ടും കളയുകയേയുള്ളൂ. അവഗണനയ്ക്കുള്ള ഏറ്റവും വലിയ മറുപടി സ്വയം മെച്ചപ്പെടുക എന്നതാണ്. ഇന്നലെ കണ്ട നിങ്ങളാകരുത് ഇന്ന്, ഇന്നു കാണുന്ന നിങ്ങളാകരുത് നാളെ. ഓരോ ദിവസവും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കണം. നിങ്ങളെ അവഗണിച്ചവർ നാളെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിനു വേണ്ടി കാത്തുനിൽക്കുന്ന കാലം വരണം. അതാണ് യഥാർത്ഥ വിജയം. ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, നിന്നെ അപമാനിച്ച നന്ദരാജാവിന്റെ തല കൊയ്യുന്നതല്ല പ്രതികാരം, മറിച്ച് അയാളേക്കാൾ വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്തുന്നതാണ്. അതുപോലെ നിങ്ങളെ അപമാനിച്ചവരോട് പകരം വീട്ടാൻ നടക്കരുത്, മറിച്ച് അവരേക്കാൾ വലിയ നിലയിലെത്തുക. അപ്പോൾ അവരുടെ തല താനേ കുനിഞ്ഞോളും. ഈ നിമിഷം മുതൽ ഒരു തീരുമാനമെടുക്കുക. ഞാനിനി ആരുടെയും പിന്നാലെ നടക്കില്ല. ഞാൻ ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കില്ല. ഞാൻ എൻ്റെ മൂല്യം വർദ്ധിപ്പിക്കും. നിങ്ങൾ ഒരു സൂര്യനെപ്പോലെ ജ്വലിക്കുക. സൂര്യനെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കും. അതുപോലെ നിങ്ങൾ വരുമ്പോൾ എഴുന്നേൽക്കാൻ നിർബന്ധിതരാക്കുന്ന വ്യക്തിത്വമായി നിങ്ങൾ മാറുക. കരച്ചിൽ നിർത്തുക, പ്രവർത്തിക്കാൻ തുടങ്ങുക.
നിങ്ങളുടെ വില തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല, അത് നിങ്ങളാണ്. നിങ്ങൾ 10 രൂപയുടെ നോട്ടാണോ 2000 രൂപയുടെ നോട്ടാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. 2000 രൂപയുടെ നോട്ട് ചളിയിൽ വീണാലും അതിനു വിലയുണ്ട്, കാരണം അതതിന്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്നില്ല. അതുപോലെ എന്ത് സംഭവിച്ചാലും ആത്മാഭിമാനം വിട്ടുകൊടുക്കരുത്. ജയിക്കുക, കീഴടക്കുക.